അത് വന്ന ഉടനെ ഈ നവവധു തൈക്കളവി അങ്ങിറങ്ങി. രാജ് ടോക്കിനെന്താ പ്രശ്നം? രാജ് ടോക്ക് ഇതിനുത്തരം പറഞ്ഞേ പറ്റൂ. എന്നെ എൻ്റെ മറ്റവൻ അടിച്ചു എന്ന് വീഡിയോ ഇട്ടല്ലോ, പറയൂ മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് കിടപ്പ് മുറിയിൽ കാണിക്കേണ്ട മൂരു ശൃംഗാരം വരെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇട്ട് ആഘോഷിക്കുന്ന കാലമായിരിക്കുന്നു. ഇത് കാണാനിരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഞരമ്പ് രോഗം ഉള്ളവരുമായിരിക്കും. അവരതിനെ എടുത്തിട്ട് അങ്ങോട്ട് അലക്കും കണാകൊണാന്ന്. ഈ പെണ്ണുമ്പിള്ള വിചാരിക്കുന്നത് എനിക്ക് 17 കഴിഞ്ഞ് ഇപ്പോൾ 18ലേക്ക് കടക്കുന്നു എന്ന ലെവലാണ്. സംസാരത്തിലൊക്കെ ഒരു സിൽക്ക് സിംഗ പുറപ്പെടുവിക്കുന്ന ശീൽക്കാരങ്ങളുടെ അകമ്പടി. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ്മി ആൻഡ് വർഷ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായി നിൽക്കുന്ന രണ്ട് ദമ്പതികൾ. അവരുടെ വിവാഹത്തോടു കൂടിയാണ് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ അവർ ഇത്രയും വൈറലായി മാറിയത്. അതായത് അന്ന് വിവാഹ സമയത്ത് ഈ സ്ത്രീക്ക് ഏകദേശം 37 വയസ്സോ 38 വയസ്സോ കണ്ടുള്ളൂ. ആ പുരുഷന് ഏകദേശം 49-50 വയസ്സിനടുത്ത് പ്രായം ഉണ്ടായിരുന്നു. അന്ന് ആ പ്രായം ഇത്ര ഏജ് ഡിഫറൻസ് വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നത് അന്നൊരു വാർത്തയും കാര്യങ്ങളൊക്കെ പബ്ലിസിറ്റിയൊക്കെ നേടി. അവരിപ്പോഴും സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി എന്നും പറഞ്ഞ് ഒരു യൂട്യൂബർ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു. അതാണ് നമ്മുടെ ടോപ്പിക്കായിട്ട് വന്നേക്കുന്നത്. ആ വീഡിയോ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു സ്റ്റോറി ഇട്ടു. പിന്നെ ഇവരുടെ നെറ്റിയിൽ എന്തോ അടി കിട്ടിയ ഒരു പാട്. അപ്പോൾ ആ പാട് ഇട്ടുകൊണ്ട് സാഡായിട്ടുള്ള ഒരു ഡയലോഗും ബാക്ക്ഗ്രൗണ്ട് കൊടുത്തുകൊണ്ട് ഒരു സ്റ്റോറി ഇട്ടു. അപ്പം ആ ഒരു സ്റ്റോറി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ അടി വീണു, വഴക്ക് ഇട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അവരിട്ട ഒരു കണ്ടന്റാണ് വിചാരിക്കും, ആരായാലും വിചാരിച്ചു പോകും. അതെടുത്ത് വെച്ചുകൊണ്ടാണ് ഒരു യൂട്യൂബർ എടുത്ത് റിയാക്ട് ചെയ്തത്. പക്ഷെ അവരത് കണ്ടിട്ട് പറഞ്ഞു, അത് ഞാനൊരു സീരിയലിന് വേണ്ടി മേക്കപ്പ് ചെയ്തപ്പോൾ ഇട്ട വീഡിയോ ആണ്, അതെടുത്ത് വെച്ച് നിങ്ങൾ ചെയ്തതിനെതിരെ അത് വീഡിയോ പിൻവലിക്കണം, അതാണ് ഇതാണ്, ഇല്ലെങ്കിൽ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്നപ്പോഴാണ് നമ്മുടെ ശാന്തിയുള്ള ദിനേശ് ചേട്ടൻ്റെ ഒരു ടോക്ക് അതിനെക്കുറിച്ച് ഞാൻ കണ്ടത്. ആക്ഷേപാംശത്തിൽ റിയാക്ട് ചെയ്യാൻ അദ്ദേഹത്തെ കഴിഞ്ഞുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അവതാരകം കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ നമുക്ക് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ചെയ്യാം എന്ന്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇൻട്രൊഡക്ഷനിൽ കേട്ടില്ലേ നിങ്ങൾ, അതേപോലത്തെ അടിപൊളി കുറച്ച് കമൻട്രികളുണ്ട്, കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. അപ്പോൾ ആരാണ് വ്യക്തികളെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് കിടക്കാം. ആരും സ്കിപ്പ് അടിച്ച് പോലെ അവസാനം വരെ കാണുക. നമ്മൾ ആദ്യമായി കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒന്ന് പരിഗണിക്കണേ. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക. എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് നൽകി കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അടുത്തൊരു മൂരി ശൃംഗാരത്തിൻ്റെ കഥയാണ്. ആധുനിക വർത്തമാന കാലത്ത് പുതിയ വാർത്താ സങ്കേതങ്ങൾ വന്നതോടെ വീട്ടിലും കിടപ്പുമുറിയിലും ഹൃദയത്തിലും സൂക്ഷിക്കേണ്ടതൊക്കെ എടുത്ത് പബ്ലിക് ഡൊമൈനിലിടും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ്. അത് നോക്കിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബർമാർ അതിൽ കയറി പിടിച്ച് കഥയുണ്ടാക്കും. അപ്പോൾ അയാൾക്കെതിരെ കുതിര കയറി അടുത്ത മറുപടി ഇടും. അതിന് ഒരു കൂട്ടം വെട്ടിക്കിളികൾ മറുപടിയുമായി ഓടി വരും. ഓടിപ്പോയി മുഖ്യമന്ത്രിക്കോ സൈബർ സെല്ലിനോ പരാതി കൊടുക്കും. ഇതൊരു പതിവ് ശീലമാവുകയാണ് ഇവിടെ. കാരണം അവനവൻ്റെ ബെഡ്റൂമിൽ കാണിക്കേണ്ട ചേഷ്ടകൾ, അവനവൻ്റെ വീട്ടിൽ കഥ കടച്ചിട്ടിട്ട് കാണിക്കേണ്ട ചേഷ്ടകളൊക്കെ ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഭർത്താവ് മരിച്ച് അകാലത്ത്, ഭാര്യ മരിച്ചു അല്ലെങ്കിൽ കണ്ടവൻ്റെ കൂടെ പോയി എങ്കിൽ കരഞ്ഞും നിരാശരായും ജീവിതം നെരിപ്പോടാക്കാതെ പറ്റിയ മറ്റൊരു ഇണയെ കണ്ടെത്തണം, ആണായാലും പെണ്ണായാലും എന്ന പക്ഷക്കാരനാണ് ഞാൻ. ഇതിപ്പോൾ കിടപ്പ് മുറിയിൽ കാണിക്കേണ്ട മൂരു ശൃംഗാരം വരെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇട്ട് ആഘോഷിക്കുന്ന കാലമായിരിക്കുന്നു. ഇത് കാണാനിരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഞരമ്പ് രോഗം ഉള്ളവരുമായിരിക്കും. അവരതിനെ എടുത്തിട്ട് അങ്ങോട്ട് അലക്കും കണാകൊണാന്ന്. ഭാര്യ മരിച്ചു പോയവനോ കളഞ്ഞിട്ട് പോയവനോ കെട്ടാത്തവനോ ആയ ഒരുത്തൻ, ഭർത്താവ് മരിച്ചതോ കളഞ്ഞതോ ആയ ഒരുത്തി, ഇരുവർക്കും കാള പോലെ പ്രായമുള്ള മക്കളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഈ ഡീറ്റെയിൽ ഒന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. ഇവർ തമ്മിൽ അങ്ങ് കെട്ടി. നല്ലത്. ഞാൻ ചെറുപ്പമാണ്, ഹസിന് എൻ്റെ അപ്പയുടെ പ്രായമായി, നട്ടും ബോട്ടും ഒക്കെ ലൂസായി, ചിലത് കളഞ്ഞുപോയി എന്ന അർത്ഥത്തിലൊക്കെ സംസാരിക്കുന്ന സ്വഭാവക്കാരിയാണ് ഈ രണ്ടാമത് കിട്ടിയ വധു. നരച്ചു വളർന്ന താടിയും മീശയും ഒക്കെയായി നിസ്സംഗനായി പുതിയ കെട്ടികളുടെ ഗുണവധികാരം നോക്കിയിരിക്കുക അല്ലാതെ അവരെ അധികമൊന്നും പറയാത്ത കെട്ടിയോൻ പുയ്യാപ്ല മിണ്ടൂല. ബെഡ്റൂമിലായിട്ട് ചവിട്ടിക്കളയൊന്നും പേടിച്ചാണെന്നറിയില്ല. ഇവരുടെ മൂരി ശൃംഗാരങ്ങൾ യൂട്യൂബ് ഞരമ്പന്മാർ ചിത്രീകരിച്ച് പബ്ലിക്കിനായി സമർപ്പിക്കും. ആയിരങ്ങൾ അത് കാണും, കമൻ്റ് ഇടും. നിർദോഷമായ കാര്യം എന്നതിനെ പറയാം. അവിടവും കടന്നാലോ? ഈ പെണ്ണുമ്പിള്ള വിചാരിക്കുന്നത് എനിക്ക് 17 കഴിഞ്ഞ് ഇപ്പോൾ 18ലേക്ക് കടക്കുന്നു എന്ന ലെവലാണ്. സംസാരത്തിലൊക്കെ ഒരു സിൽക്ക് സിംഗ പുറപ്പെടുവിക്കുന്ന ശീൽക്കാരങ്ങളുടെ അകമ്പടി കാണും.
വാത്സ്യായനൻ രചിച്ചതൊക്കെ തങ്ങൾ കാണിച്ചു കൊടുത്തതിൽ നിന്നാണെന്ന് തോന്നും പറച്ചിലും ആക്ഷനും. ഈ പെൺപിള്ള ഒരു നാൾ തൻ്റെ തിരുമോന്തയിൽ നെറ്റിയുടെ ഈ ഭാഗത്തെവിടെയോ 2 ചതവ് പറ്റിയ പോലെയുള്ള പടങ്ങൾ പോസ്റ്റാക്കി. ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ സിനിമയിലെ ഒരു ഡയലോഗ് കിട്ടും. ആ ഡയലോഗ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സങ്കടത്തോടെ ഏതൊരു പെണ്ണുമ്പിള്ള പറയുന്ന ഡയലോഗ്, ഞാൻ തോറ്റു, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു എന്നാണ് ഡയലോഗ്. ആരായാലും സംശയിക്കും ഈ ചതവ് ആ മുതുക്കളവൻ ഭർത്താവ് ശല്യം സഹിക്കാതെ 2 വീക്ക് വീക്കിയതാണ്. ഇത് കണ്ടാൽ വെട്ടുകിളികൾ മിണ്ടാതിരിക്കുമോ? ആ ഫോട്ടോ എടുത്തിട്ട് ഒരു കാച്ചി അപ്പാപ്പന് കിടക്കപ്രതി കൊടുക്കാതെ അപ്പാപ്പൻ തൈ കിളവിക്കിട്ട് ചാമ്പി എന്നുള്ള അർത്ഥത്തിലായിരിക്കും മിക്കവാറും പേര് പോസ്റ്റ് ചെയ്യുന്നത്. അത് വന്ന ഉടനെ ഈ നവവധു തൈക്കിളവി അങ്ങിറങ്ങി. രാജ് ടോക്കിന് എന്താ പ്രശ്നം? രാജ് ടോക്ക് ഇതിനുത്തരം പറഞ്ഞേ പറ്റൂ. എന്നെ എൻ്റെ മറ്റവൻ അടിച്ചു എന്ന് വീഡിയോ ഇട്ടല്ലോ, പറയൂ മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബറെ എടുത്തിട്ട് അലക്കി. യൂട്യൂബർ അതിൻ്റെ മറുപടി ഇട്ടു. വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന പരിപാടിയല്ലേ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞാനിപ്പോൾ ഒരു സീരിയലിൽ അഭിനയിക്കുകയാണല്ലോ, ആ സീരിയലിൻ്റെ മികമേൻ മുരുകൻ വെറുതെ എൻ്റെ നെറ്റിയിലൊരു ചതവിട്ട് തന്നു. ആ ചതവ് വെച്ച് ഞാൻ 2 പടമെടുത്തു. ആ പടമിട്ടിട്ട് ഞാൻ വെറുതെ ഒരു ശബ്ദം ക്യാരി ഓവർ ചെയ്തു. യൂട്യൂബർമാർ എന്നെ സംശയിച്ചു. എൻ്റെ കെട്ടിയോൻ താടിയും മുടിയൊക്കെ പിടിച്ച് കെട്ടി വെച്ചിട്ട് എൻ്റെ കൂമ്പിലിട്ടിടിച്ചു തന്നു എന്ന് വിചാരിച്ചു. മറുപടി പറയൂ രാജ് ടാക്ക്, നിങ്ങൾ മറുപടി പറയണം. ഇത് മേക്കപ്പായിരുന്നു. വല്ല കാര്യമുണ്ടോന്ന് ആലോചിച്ചോക്കണേ. ആര് കണ്ടാലും പേർക്ക് മുതുക്കളവ് എടുത്തിട്ട് ഇടിച്ച് കാണും. ഇടിയും കൊണ്ടോണ്ട് ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പോലുള്ള ആക്ഷനിലാണ് പടം എടുത്ത് കിട്ടുന്നത്. എന്തിനാണ് ഇത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഇടുന്നതാണ്. എന്നിട്ട് ഇട്ടവനെ തെറി വിളിക്കുക, കേസ് കൊടുക്കും, മറ്റേയും മറിച്ചേയും. നിങ്ങൾ മറുപടി പറയൂ രാജ് ടാക്ക് മറുപടി പറഞ്ഞില്ല എങ്കിൽ ഞാൻ മറ്റു കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ രാജ് ടാക്ക് മറുപടി പറയുന്നു, ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു, അദ്ദേഹം എന്നോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, നിങ്ങൾ മേക്കപ്പ് ഇട്ടതാണെന്ന് എനിക്കറിയില്ലായിരുന്നു, എന്നാൽ പോലും ഞാൻ നിങ്ങളെ കുറ്റവാളിയാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ മെഴുകുന്നു ഇവർക്ക് ന്യായമായ മറുപടിയായിട്ട്. കഷ്ടമാണ് കേട്ടോ. എങ്ങനെയെല്ലാം പബ്ലിസിറ്റി ഉണ്ടാക്കാൻ നോക്കൂ. വല്ലവനും 2 പിള്ളേരെ ഉണ്ടാക്കി തന്നിട്ട് അവൻ ആ കാലത്തിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അവൻ കളഞ്ഞിട്ട് പോവുകയോ ചെയ്താൽ പറ്റിയ ഒരു കക്ഷിയെ കിട്ടി ബാക്കി കാര്യങ്ങൾ ഇത്രയും കാലം ഭർത്താവ് പോയ ശേഷം കുറേ കാലം ഉറ കിടന്നെങ്കിൽ അതൊക്കെ അങ്ങ് ബെഡ്റൂമിൽ ചെയ്താൽ പോരെന്നേ. അതെടുത്തുകൊണ്ട് വന്ന് അല്ലെങ്കിൽ അതിൽ മേക്കപ്പ് ഇട്ട് ചാമ്പുക, എന്നിട്ട് ചാമ്പിയത് കണ്ടുകൊണ്ട് ആരെങ്കിലും സ്റ്റോറി ഉണ്ടാക്കിയാൽ അവനെ വിരട്ടുക. കഷ്ടം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇപ്പോൾ പ്രശ്നത്തിൻ്റെ മൊത്തത്തിലുള്ള കിടപ്പുവശവും നീക്കവശവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ശാന്തിയുള്ള ദിനേശ് ചേട്ടൻ്റെ പറച്ചിലിൻ്റെ ആ കഥ പറയുന്നതിൻ്റെ ഒരു രസമുണ്ടല്ലോ, അത് കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ കൂടെ ആ പുള്ളി പറയുന്നത് ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി തന്നെ പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. അതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ അവസാനം വരെ കണ്ടതും കേട്ടതുമായ എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. അതോടൊപ്പം നമ്മുടെ പഴയ വീഡിയോ ഒക്കെ ചാനലിൽ കിടപ്പുണ്ട്, അതുകൂടെ കയറി സമയമുള്ളവരൊന്ന് കാണുക. പിന്നെ നമുക്ക് മാക്സിമം എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നൽകി നമ്മുടെ കൂടെ നിൽക്കുക. നമുക്ക് വേറെ ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.